നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇപ്പോൾ എല്ലാവരും വന്നപ്പോൾ പഴയ മത്സരാർത്ഥികൾ പോയ മത്സരാർത്ഥികളൊക്കെ അവിടെ വരുമ്പോൾ അവരൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടോക്കണം എന്താണ്, അവരൊക്കെ പാട്ട് പാടിയിരിക്കുന്നത്, പഴയ കാര്യങ്ങൾ അയവിറക്കണത്, അവരൊരുപാട് തമാശകൾ ചെയ്ത് പറയണത്, അവരൊരുപാട് കോമഡികൾ പറയണത്, അവർ നല്ല ഭക്ഷണം കഴിക്കുന്നത്, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണാറ്. പക്ഷേ ഇപ്രാവശ്യത്തെ പഴയ മത്സരാർത്ഥികളോട് വന്നത് തല്ലുകൂടാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇതിൻ്റെ എല്ലാം മൂല കാരണം, ഇതിൻ്റെ എല്ലാം അച്ചാണി എന്ന് പറയുന്നത് നമ്മുടെ അനുമോളാണ്. അനുമോൾ എവിടെ കാണാത്തത് കണ്ടു എന്ന് പറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഇല്ലാത്ത അഭിഹിതങ്ങളൊക്കെ അവൾ വിളിച്ച് പറയുകയും ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു പാവം മനുഷ്യനുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങുമ്പോൾ പോലും വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആളാണ് അനീഷ് എന്ന് നമ്മൾ പറയും. നമ്മളിപ്പോൾ അനീഷിന് ചില നേരത്ത് കുറ്റമൊക്കെ പറയും, അതൊക്കെ വേറെ കാര്യം. അവന് ചില വർത്തമാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുരു പൊട്ടും, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും, അത് വേറെ കാര്യം. പക്ഷേ അനീഷിനെ നമുക്ക് ഇഷ്ടമാണ്, എന്തൊക്കെയാണെങ്കിലും തൃശ്ശൂർക്കാരനല്ലേ. അപ്പോൾ എന്നിട്ട് തേങ്ങേണ്ടായി ഇത് പറയണ പോലെ ഇവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവേഷൻ ചെയ്യുന്ന ആളാണ്. ഇവൻ കല്യാണം കഴിച്ചു, അങ്ങനെ ആ ഒരു വലിയൊരു ഗുലാമിലാണ് അവൻ പെട്ടത് കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ ഭാര്യ എൻ്റെ പേരിൽ കേസ് കൊടുത്തു, അതും സ്ത്രീ പീഡനത്തിന് കേസ് കൊടുത്തു. നമ്മൾ വലിയ കേസാണ്, കുടുംബം അടക്കം കൊടുത്തുള്ളതാണ്, അതിൻ്റെ FIR ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിൽക്കുന്നത്, അതെല്ലാം കഴിഞ്ഞ് അവൻ ഒരുപാട് വിഷമിച്ച് നടക്കണം, ഒറ്റപ്പെട്ട് നടക്കണം. ആ കാര്യം ആലോചിച്ച് അവൻ ജോലിക്ക് പോകാറില്ല. അങ്ങനെ അത്രയും മൂഡ് ഔട്ടായിട്ട് ഒരു ആത്മഹത്യ വരെ ചിന്തിച്ച് നടക്കുന്ന സമയത്താണ് ഇവന് ഈ ബിഗ് ബോസ് കിട്ടുന്നത്. അപ്പോൾ ഇവന് അതൊരു പുതുജീവനായി. അപ്പോൾ ഇവൻ വന്നപ്പോൾ തന്നെ ആ ഒരു പുറത്തുള്ള ആ ഒരു ജീവിതം ഇതിൻ്റെ ഉള്ളിലും തുടരാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടർന്നപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൻ ഒറ്റയ്ക്ക് നിൽക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഇഷ്ടം തന്നെയാണ്. ആ ഷാനവാസ് എന്ന് പറഞ്ഞുള്ള കള്ളൻ, ആ മീശവിരിയൻ, ഇന്നലെ ഈ പ്രശ്നങ്ങളൊക്കെ ഇവൻ ഉണ്ടാക്കിയതിൻ്റെ എല്ലാ മൂല കാരണം അവനുണ്ട്. ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ ഈ നാരദപ്പണി ചെയ്യുന്നത്, അവിടെ പറഞ്ഞ് ഇവിടെ പറയും, ഇവിടെ പറഞ്ഞ് അവിടെ പറയും, അനിയത്തി കുട്ടികളെ കൊണ്ടുവരും, ചേച്ചി കുട്ടികളെ കൊണ്ടുവരും. ഇവരൊക്കെ കാര്യങ്ങളിൽ അഭിഹിതം കണ്ടു കഴിഞ്ഞ് ഇവൻ ചാടി ചെല്ലും, അവിടെ മീശ വിരിച്ച് നിൽക്കും. ഇതൊക്കെ ഉണ്ടായതിന് ശേഷം, ഈ അനീഷായിട്ട് കൂട്ടുകൂടിയതിന് ശേഷം മാത്രമാണ് ഈ നമ്മുടെ ഷാനവാസിൻ്റെ കംപ്ലീറ്റ് ജനപിന്തുണ നഷ്ടപ്പെട്ടത്. അതേപോലെ തന്നെ അനീഷിൻ്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതും ഈ ഷാനവാസായിട്ട് കൂട്ടുകൂടിയതാണ്. അനീഷ് നല്ല രീതിയിൽ കളിച്ച് ഇഷ്ടം പോലെ ആൾക്കാരെ ഫാൻസാക്കി, ഒന്നുമില്ലാണ്ട് ഒരാൾ പോലും അറിയാത്ത വന്നത് അനീഷാണ്. അവന് PR ഉണ്ട്, എന്നിരുന്നാലും വലിയ പൈസയുടെ PR ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് അവൻ കളിച്ച് നേടിയ എല്ലാവരുടെ ഹൃദയത്തിൽ അവൻ കയറിയിട്ടുണ്ടെങ്കിൽ അവൻ കളിച്ച് നേടിയതാണ്. അവൻ്റെ ക്യാരക്ടർ അനുസരിച്ച് നമ്മൾ രണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആരോട് അധികം ഇടപെടില്ല, എല്ലാവരും ഒരു കയ്യാൽ നിർത്തും. അതൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസിൽ അതാണ് വേണ്ടത്. ബിഗ് ബോസിൽ ഇവിടെ പെങ്ങന്മാരുണ്ടാക്കാനോ ഭാര്യമാരുണ്ടാക്കാനോ കാമുകിമാരുണ്ടാക്കാനോ ഒന്നല്ല നമ്മൾ വരുന്നത്. കുറേ ആൾക്കാരെ പല വീട്ടുകളിൽ നിന്ന് വന്ന കുറേ ആൾക്കാരായിട്ട് ഒരുമിച്ച് ജീവിച്ച് ആ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. പല പ്രതിസന്ധികളും വരുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോവുക. അവിടെ ഫോണില്ല, പുറത്തുള്ള ആൾക്കാരായിട്ട് സമ്പർക്കമില്ല, അതുപോലെ തന്നെ പരിമിതമായുള്ള ഭക്ഷണമുള്ളൂ, അതുപോലെ തന്നെ പരിമിതമായിട്ട് ബാത്റൂം സൗകര്യം അത്രയ്ക്കുള്ളൂ, മേക്കപ്പ് സാധനങ്ങളില്ല. അങ്ങനെ ഇതൊക്കെ ഇവർ തന്നെ വെച്ചുണ്ടാക്കണം. ഇതൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ കൂടിയാണ് ആ ബിഗ് ബോസ് വീട് കടന്നു പോണത്. ആ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ ചങ്ങാത്തത്തിനൊരു അർത്ഥമില്ല, ഗ്രൂപ്പിനൊരു അർത്ഥമില്ല. ഈ ഗ്രൂപ്പുകളിൽ ഈ ചങ്ങാത്താണ് അവിടെ എല്ലാവരും പുറത്തു പോകാനായിട്ട് ഒരുപാട് വഴി തുറക്കാനുള്ള കാരണം അതാണ്. അതേപോലെ തന്നെ അനീഷിന് ഈ ജനങ്ങളെ പിന്തുണ നഷ്ടപ്പെട്ടത് എവിടെ വെച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ മീശബിരിയൻ ഷാനവാസിനെ കൂട്ടാക്കിയോട് കൂടിയിട്ടാണ്. എന്തോ ലാലേട്ടൻ എന്തോ അവർ തമ്മിൽ സ്നേഹമാവണം, അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട് ആവണം എന്നുള്ള എന്തോ തീരുമാനം, അതെന്തോ സ്ട്രാറ്റജി ലാലേട്ടൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് കേട്ടിട്ട് ഇവൻ ചാടേണ്ട കാര്യമില്ലായിരുന്നു. ഇവൻ ചാടുകെടുപ്പ് എന്തുണ്ടായി. പിന്നെ ഈ അനുമോളുടെ കളി ഇവൻ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം, ശ്രദ്ധിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവൻ്റെ പ്രേമം ഒറിജിനലാണ്. ഇവൻ്റെ പ്രേമം വലിയ ബിഗ് ബോസ് പറഞ്ഞിട്ട് പ്രേമിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ആൾ പറഞ്ഞിട്ട് പ്രേമിക്കുന്നതോ ഒന്നല്ല. ഇവനെന്തുണ്ടായി, കുറേ നാളായാലും ഭാര്യ പിരിഞ്ഞ് നടക്കുന്നത്. ഇവളുടെ കളികളും ഇവളുടെ ഗെയിമുകളും ഇവളുടെ പ്രസരിപ്പും ഇവളുടെ ചുറുചുറുക്കും ഇവളോട് ആൾക്കാരോട് ഈ ബോൾഡൻസും അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അനീഷ അവളോട് ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ ആ ഇഷ്ടമൊന്നും അവൻ ബിഗ് ബോസിൽ വെച്ച് പറയില്ല ഒരിക്കലും. അതാണ് അനീഷ്. പക്ഷെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് അവിഹിതം കണ്ടെത്തി പിടിച്ച് അത് പുറത്ത് കൊണ്ടുവന്ന് ആൾക്കാരെ നാറ്റിക്കുക, ഇല്ലാത്ത അവിഹിതത്തിൻ്റെ വള്ളിയും പിടിച്ച് ചെല്ലുക. അതിനൊപ്പം തന്നെ ഇവളുടെ വേറൊരു സ്വഭാവമാണ് മറ്റുള്ള ആൾക്കാരെ ഇല്ലിത്തുമ്പത്ത് കയറ്റുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേമം ഇവൾക്ക് ആരോടും ഇല്ല. ഇതുപോലെ തന്നെ ഇവളുടെ ഒരു ഷോ ഉണ്ട്, നമ്മുടെ വാർക്കുപണിക്കാരുടെ ഷോ എന്നാണ് പറയുന്നത്, അതുപോലത്തെ ഒരു ഷോ ഉണ്ട്. ആ ഷോയിൽ ഇവൾക്ക് ആ തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരാളെ ഇല്ലിത്തുമ്പത്ത് കയറ്റാറുണ്ട്. അതേപോലെ ഇല്ലിത്തുമ്പത്ത് കയറ്റിയതാണ് നമ്മുടെ ഈ അനീഷിനെ.
അനീഷ് ഇരിക്കുന്നിടത്തൊക്കെ ഇവള് വളരെയധികം സെൻറ്റിമെൻറ്റ്സായിട്ട് ഇരിക്കുന്നു. അനീഷ് അങ്ങനെ പുതപ്പ് കൊണ്ടു കൊടുക്കണ്, ഭക്ഷണം കൊണ്ടു കൊടുക്കണ്, ഭക്ഷണം കഴിക്കാൻ പറയണ്, പ്ലാച്ചീനെ ശ്രദ്ധിക്കണ്, അനുമോളെ ശ്രദ്ധിക്കണ്. അതിൻ്റെ ഇടയ്ക്കിടെ ഇവിളി ഇരുന്നിട്ട് പ്ലെയിങ് കിസ് കൊടുക്കണ് ഷാനവാസ് നമ്മുടെ അനീഷിന്. അതുപോലെ തന്നെ ഹൃദയം കൈമാറണ്, ഇങ്ങനെ വെച്ചിട്ട് ഹൃദയം ഏത് നേരം കൈമാറുക. ഇതൊക്കെ കണ്ടപ്പോൾ അനീഷിന് മനസ്സിലായി ഇവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്നുള്ളത്. ഇല്ലിതുമ്പത്ത് കയറ്റുക എന്നുള്ളത് ആ പാവത്തിന് അറിയില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആ മനസ്സിൽ വെച്ചിട്ടിരിക്കാൻ പറ്റിയില്ല. ഒരു 10 ദിവസം ഉണ്ടെങ്കിൽ പറഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്ത് പോയാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ. ഇതിപ്പോൾ എല്ലാവരും കൂടി 2 കോടി ആൾക്കാർ കാണുന്ന ഷോ ആയ കാരണം ചിലപ്പോൾ അനുമോള് ഒക്കെ പറഞ്ഞാലോ എന്നുള്ള ഒരു ധാരണയും എന്തെങ്കിലുമൊക്കെ ഒരു കഷ്ടകാലം നേരത്ത് ആൾക്കാർ എന്തൊക്കെ ചെയ്യലോ അതേപോലെ ചെയ്തതെന്നുണ്ടെങ്കിൽ മണ്ടൻ. ഇപ്പം പൊട്ടെന്ന് പറഞ്ഞ് ശരിയാ. നമ്മുടെ ഇപ്പോൾ എപ്പോഴും പൊട്ടനാന്ന് പറയുന്നത് എപ്പോഴും ആദ്യമേ പറയാറ്. അതേപോലെ ഒരു പൊട്ടത്തരവൻ ചെയ്തത്, ഇവളോട് പ്രേമം പറഞ്ഞത്. അതോടുകൂടി എന്തുണ്ടായി, അനീഷിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ജനപിന്തുണയൊക്കെ ഇട്ടിഞ്ഞ് പൊളിഞ്ഞങ്ങോട്ട് പോയി. ഇവളങ്ങോട്ട് അഭിനയിക്കാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് ആ സ്ട്രാറ്റജി അങ്ങോട്ട് പിടിച്ചുകൊള്ളു. ഇവൾ പിടിച്ചിട്ട് ഇവിടെ എന്താണെന്ന കൊഞ്ചലും കുഴയിലും. ലാലേട്ടം വരുമ്പോൾ അതിനേക്കാളും വലിയ കൊഞ്ചലും കുഴയിലും. ഒരാൾ പ്രേമമാണ് കല്യാണം കഴിക്കുന്നത് പറഞ്ഞാൽ അത് ഇഷ്ടമല്ലേ ലാലേട്ടാ. ഇവിടെ ഇല്ലിത്തുമ്പത്ത് കയറ്റിയിട്ടാണ് അയാൾ പറഞ്ഞത്. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരാൾ ഇല്ലിത്തുമ്പത്ത് കയറ്റുമ്പോൾ ആരായാലും പറയും, നമ്മളായാലും പറഞ്ഞു പോകും ചിലപ്പോൾ. അതിലൊന്നും ഒരാളെ കുറ്റപ്പെടുത്താനും പറ്റില്ല. എന്നിട്ട് എന്തുണ്ടായി, ഇപ്പോൾ ഈ വന്ന ആൾക്കാർ മുഴുവൻ ആ കാര്യം പറഞ്ഞിട്ടായി പിന്നെ ശരിയാണോ ഇല്ലേ എന്താന്നൊക്കെ പറഞ്ഞിട്ടായി ബഹളങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇപ്പോൾ ആ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നമുക്ക് 99% സത്യസന്ധമായിട്ട് പറയാമെന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും അനുമോളെ നമുക്ക് ദഹിക്കാത്ത ഭക്ഷണം കഴിച്ച പോലെ അനുമോള് തുടക്കത്തിലെ തൊട്ട് ഇപ്പോൾ വരെ തന്നെ ദഹിക്കുന്നില്ലെങ്കിലും നമുക്ക് നഗ്ന സത്യങ്ങൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് കപ്പ് അനുമോൾക്കാണ്. അത് അനുമോള് PR കൊടുത്താണ്ടാണോ കപ്പ് കിട്ടണമെന്ന് ഞാൻ പറയില്ല. അനുമോള് എന്ത് സത്യസന്ധമായി പറയാമെന്ന് വെച്ചാൽ ആദ്യം മുതൽ ഇന്നലെ വരെ ആയാലും കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. കോണ്ടൻറ്റിൻ്റെ രാജാവാണ് അവൾ ഇല്ലാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ചിലപ്പോൾ ശൂന്യമായി പോയേനെ, വേറെ ആരെങ്കിലും കയറി വന്നേനെ, അത് വേറെ കാര്യം. പക്ഷേ എന്നിരുന്നാലും ജനപിന്തുണ നമ്മുടെ ഇവൾക്കാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അത്ര അധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഫ്ലവേഴ്സിലെ സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമാണ് ഈ ഡമാർപ്പട എന്നാണ് ആദ്യം പേരാടുന്നത്. പിന്നെ സ്റ്റാർ മാജിക് ആയത്. അതിൽ നല്ലൊരു റേറ്റിംഗ് ഉള്ളൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ സെൻട്രൽ ക്യാരക്ടറായിട്ട് നമ്മുടെ നല്ലൊരു ആൾക്കാരെ എല്ലാം അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ അനുമോള്. അതേപോലെ തന്നെ യൂട്യൂബിൽ നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ അവൾക്ക് 60 മാർക്ക് വീണു. അവളെ ജനങ്ങൾ തിരിച്ചറിയും, ഷാനവാസിനെ ജനങ്ങൾ തിരിച്ചറിയും. പക്ഷേ നമ്മുടെ അനീഷിനൊന്നും ആരും തിരിച്ചറിയില്ല, ബിൻസിനൊന്നും ആരും തിരിച്ചറിയില്ല. അവരൊക്കെ കളിച്ച് കയറണം. എന്ന് വെച്ചാൽ PR ഒരുപാട് പണിയാണ്. അനുമോളുടെ PR പണി കുറവാണ്. കാരണം വെച്ചാൽ അവൾ ഒരുപാട് കോണ്ടൻറ്റും കൊടുക്കുന്നുണ്ട്, അവൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അവളെ ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് അപ്പോൾ അവളുടെ PR പണി എളുപ്പമായി. അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ സത്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 99% നമ്മൾ വിശ്വസിച്ചോളൂ, ഈ പ്രാവശ്യത്തെ കപ്പ് അനുമോൾക്ക് കിട്ടും. അല്ലാണ്ട് ഏഷ്യാനെറ്റ് വേറെ മാർഗമില്ല. ഇത് വിളയിലും മേലെ ജനപിന്തുണ അതിൻ്റെ ഉള്ളിൽ വേറെ ആർക്കും ഇല്ല, അതിൻ്റെ താഴെയുള്ള എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ നടക്കട്ടെ എന്നേ. എന്തായാലും അനുമോള് എന്തായാലും വെറുതെ അല്ലല്ലോ, കണ്ണീരെന്തോരം കളഞ്ഞു, കോണ്ടൻറ്റ് എന്തോരം കൊടുത്തു. ബിഗ് ബോസിനെ കോണ്ടൻറ്റ് കൊടുത്ത് TRPയിൽ നിലനിർത്തിയുള്ള ആളാണ് അനുമോള്. അപ്പോൾ എന്തൊക്കെ അനുമോളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അനുമോളാണ് താരം, ഉദയനാണ് താരം എന്ന് പറഞ്ഞ പോലെ ഈ സീസണിലെ താരം അനുമോളാണ്. അതിനെ കവർ ചെയ്യാനായിട്ട് അവിടെ ഒരാൾ വേറെ ഇല്ല. ഇനിയിപ്പോൾ പുറത്ത് വന്ന ആൾക്കാർ ഇതുപോലെ ഇവിടെ മെക്കെട്ട് കയറിയോണ്ടോ, ഇവിടെ ചീത്ത പറഞ്ഞുകൊണ്ടോ, ഇവിടെ അത് ചെയ്തു ഇത് ചെയ്തു ഒന്നും പറഞ്ഞുകൊണ്ടോ ഇവളുടെ ജനപിന്തുണ ഒട്ടും കുറയാൻ പോണില്ല, കൂടാനേ പോണുള്ളൂ. ഒറ്റപ്പെടുത്തി എല്ലാ മത്സരാർത്ഥികളും വന്ന് അവളെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു എന്നുള്ള സെൻറ്റിമെൻറ്റ്സും കൂടി വർക്കൗട്ട് ചെയ്താൽ അവൾക്ക് ഈസി ആയിട്ട് കപ്പും കൊണ്ട് പോരാൻ വീട്ടിലേക്ക് മക്കളെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.